പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥമായിട്ടാണ് ഈ പ്രസംഗവേദിയിൽ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങനെ ഒരു മോശം പ്രഭാഷകനാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. ഒരു നോട്ട് പോലും ഇല്ലാതെ 2 മണിക്കൂറൊക്കെ ഞാൻ പ്രസംഗിച്ച് നിന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്തു പറയണം എന്ന സംഗതിയിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. കാരണം ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാർ, ഈ സ്ഥാപനത്തിലെ അന്തേവാസികൾ, അവരെല്ലാവരും ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രഭാഷണത്തിലൂടെ ഉദ്ധരിക്കപ്പെടുകയോ പുതിയൊരു കാര്യം പറഞ്ഞു കൊടുക്കേണ്ടവരോ ആയിട്ടുള്ള ആളുകളെയല്ല. നേരത്തെ കെ ഇവിടെ പറഞ്ഞതുപോലെ ഷെയ്ഖ് സാഹിബിൻ്റെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് സാഹിബിൻ്റെ പുസ്തകത്തിൽ 25 അസാധാരണ മനുഷ്യരെക്കുറിച്ചാണ് പറയുന്നത്. അവരിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇവിടെ വന്നിരിപ്പുണ്ട്. ശരിക്കും നമ്മൾ അവരെ കണ്ടു പഠിക്കുകയാണ്, അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അവരെല്ലാം ഉൾപ്പെടുന്ന ഒരു സദസ്സിൻ്റെ മുന്നിൽ നിന്നിട്ട് പ്രസംഗിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു മോശം കാര്യമായിട്ടാണ്, ഒരു ചളിപ്പുണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ 70 വർഷമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതിലൊരു ദിവസം 8 മണിക്കൂർ ഉറക്കിന് വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞാൽ 70 വർഷം ജീവിച്ചിരിക്കുന്ന ഒരാൾ ആക്റ്റീവായിട്ടൊരു 40-42 വർഷമൊക്കെ ജീവിക്കുന്നു. ആ ഒരു ജീവിതകാലത്ത് നമ്മൾ പതറിപ്പോകുന്ന, സ്തംഭിച്ചു പോകുന്ന ചെറിയ തിരിച്ചടികളുണ്ടാകുമ്പോൾ, ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ ആകെ കുഴഞ്ഞു പോകുന്ന ആളുകളാണ് നമ്മൾ നല്ലൊരു ശതമാനം. പക്ഷേ ജീവിതത്തിൽ എപ്പോഴും ഏതോ നിലയ്ക്ക് എപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് വെല്ലുവിളിയായിരിക്കുന്ന ശാരീരികമായ ആവശ്യതകൾ, അത് ജന്മന ഉള്ളതായിരിക്കാം, പിന്നീട് വന്നു ഭവിച്ചതായിരിക്കാം. ആ പരിമിതികൾ അവിടെ ഉണ്ട്, അതെക്കാലവും അവിടെ ഉണ്ടായിരിക്കും എന്ന ബോധ്യം ഉണ്ടായിട്ടും അത് വകവെക്കാതെ, അതിനൊരു പരിമിതിയായി കാണാതെ, എൻ്റെ പരിമിതിയെ ഞാൻ സാധ്യതയാക്കി മാറ്റും എന്ന് തീരുമാനിച്ച് സ്വന്തം ജീവിതത്തിന് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിനും അർത്ഥം നൽകിയ മനുഷ്യരാണ്. അങ്ങനെ അർത്ഥം നൽകാൻ വേണ്ടി പണിയെടുക്കുന്ന, അസാധാരണമായ വിധത്തിൽ വിസ്മയകരമായിട്ട് പണിയെടുക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇതൊക്കെ എന്തിനാണ് എന്ന് ചിലപ്പോൾ ചില ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഞാനങ്ങനെ പറയാൻ കാരണം, നമ്മൾ സാധാരണ ഡിസേബിൾഡ് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാരെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് പല സ്വഭാവത്തിലുള്ള ധാരണകളുണ്ട്. മുമ്പൊക്കെ അത് ദൈവശാപമാണ് എന്ന് വിചാരിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ വീട്ടിലുണ്ടാകുന്നു, കുടുംബത്തിലുണ്ടാകുന്നു എന്നുള്ളത് അത് മോശം കാര്യമാണ്, അങ്ങനെ ഒരാൾ ഉള്ളത് അറിയരുത് എന്ന് വിചാരിച്ചില്ല. അത് ഏതോ പഴയ കാലത്താണ് നിങ്ങൾ വിചാരിക്കരുത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോഴിക്കോട് KSRTC രാത്രി വൈകി കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ആ ഫുട്പാത്തിലൂടെ ഒരാളിങ്ങനെ നടന്നു പോവുകയാണ്. കയ്യിൽ വൈറ്റ് കൈനുണ്ട്. നന്നായിട്ട് വൈകിട്ട് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഈ കാഴ്ച പരിമിതിയുള്ള ഒരു ക്ലാസ്മേറ്റ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവരുടെ നടത്തം കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ പിറകുന്ന് കണ്ടപ്പോൾ തന്നെ ഇത് കാഴ്ചാപരിമിതിയുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി.
ഞാൻ ഈ നട്ടപ്പാതിരക്ക് അയാൾ ഫുട്പാത്തിലൂടെ നടന്നു പോകുന്ന കണ്ടപ്പോൾ ഞാൻ പോയി ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ആള് പിന്നെ ഞാൻ സ്ഥലം പറയുന്നില്ല, വളരെ എനിക്കൊക്കെ അറിയാവുന്നൊരു സ്ഥലത്തുനിന്ന് വരികയാണ്. പിന്നെ അവിടെ എന്താണ് പാർട്ടിയും സംഘടനാ സംഗതികളൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു പാർട്ടി ഗ്രാമം എന്ന് പറയാവുന്നൊരു പ്രദേശമാണ്. വളരെ അറിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, അയാളുടെ ഒരു ബന്ധുവാണ്. പക്ഷെ ഈ മനുഷ്യൻ പിന്നെ വളർന്നതൊക്കെ ഒരു സർക്കാർ അനാഥാലയത്തിലാണ്. ഇപ്പോൾ ഞാൻ കാണുമ്പോൾ ആൾ B.Ed പഠിക്കുകയാണ്, ചങ്ങനാശ്ശേരിയിലെ കോളേജിൽ B.Ed പഠിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് പിന്നെ ചങ്ങനാശ്ശേരിക്കാണ് പോകേണ്ടത്. പക്ഷെ ആ സമയത്ത് ബസ്സൊന്നുമില്ല. അപ്പോൾ അലക്ഷ്യമായിട്ട് ഇങ്ങനെ ഫുട്പാത്തിലൂടെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കാണുന്നത്, ഞാൻ അവനെ എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി. ആ റൂമിലേക്ക് എത്തിയതിന് ശേഷമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവന് ബന്ധുക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. പക്ഷെ സർക്കാർ അനാഥാലയത്തിലാണ് വളർന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ വീട്ടിൽ പോകുന്നില്ലേ, വീട്ടിൽ പോകാറില്ലേ, ഇവർ നോക്കാറില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവനോട് പറഞ്ഞു പിന്നെ ഇല്ല. അല്ല ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ ഇവൻ്റെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞപ്പോൾ വീട്ടുകാരോട് പറയട്ടെ എന്ന് ചോദിച്ചവനു അയ്യോ പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ അത്, വീട്ടിൽ പറഞ്ഞാൽ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് അറിഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ വിവാഹബന്ധം, ചേച്ചിയുടെ കല്യാണം പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞു. കാരണം ഇവൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരാൾ വീട്ടിലുണ്ട് എന്ന് മറച്ചു വെച്ചുകൊണ്ടാണ്. ഇത് പഴയ കഥയല്ല ഞാൻ പറയുന്നത്, ഒരു 5-6 വർഷം മുമ്പുള്ള എൻ്റെ വ്യക്തിപരമായ അനുഭവം. ഇങ്ങനൊരു മനുഷ്യൻ ആ വീട്ടിലുണ്ട് എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവൻ്റെ ചേച്ചിയുടെ കല്യാണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞാൽ ചേച്ചിയുടെ കല്യാണം, അത് ബന്ധം മുറിഞ്ഞു പോകുമെന്നാണ് അവൻ ഭയക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതെന്തോ ഒരു ദൈവശാപമാണ്, ദൈവകോപമാണ്, മറച്ചു വെക്കേണ്ട കാര്യമാണ്, ആൾക്കാർ അറിഞ്ഞാൽ മോശമാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. മുമ്പ് കാലത്ത് ധാരാളം ഉണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് SIO ഓഫീസിൽ SIO പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുമ്പോൾ SIO ഓഫീസ് വിദ്യാർത്ഥി ഭവൻ എന്ന് പറയും. അവിടെ ഓഫീസും അതിൻ്റെ മേഖലയിൽ ഹോസ്റ്റലൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഒരു ദിവസം ഒരു സ്ത്രീ കയറി വന്നു. ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, അവരുടെ കൂടെ ഈ ഓട്ടിസ്റ്റിക് എന്നോ അല്ലെങ്കിൽ ഗ്രോത്ത് ഡിസബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന പ്രശ്നമുള്ള കുട്ടിയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മുമ്പിലിരുന്നു, കയറി വരുന്നു, മുമ്പ് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷനൊന്നുമില്ല. ഈ കുട്ടീനെ അവിടെ ഇരുത്തു, ഇവളും എൻ്റെ മുമ്പിലിരിക്കുന്നു. എന്നോട് പറഞ്ഞു ഇവനെവിടെ നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്തോ എന്തോ അങ്ങനെ കുട്ടികളെ താമസിപ്പിക്കുന്ന എന്തോ സ്ഥലമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാന്ന് തോന്നുന്നു. കാരണം ഇതിന് വിദ്യാർത്ഥി ഭവൻ എന്നാണ് ഇതിൻ്റെ പേര്. ഈ കുട്ടീനെ അവിടെ ഇരുത്തിയിട്ട് ഇവനെവിടെ താമസിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാകെ അമ്പരന്ന് പോയി. അത് ശരിയാവില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒന്നും കൂടെ ഉണ്ട് പുരയിൽ. ഞാൻ ഈറ്റിങ്ങൾക്ക് കഞ്ഞി വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എനിക്ക് പണിക്ക് പോകണം. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവൻ എന്തായാലും നിങ്ങൾ ഇവിടെ നിർത്തണമെന്ന്. ഒന്നാമത് ഇത് ഒരു സംഘടനയുടെ ഓഫീസാണ്. അങ്ങനെ കുട്ടികളെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലം. മുകളിൽ കുട്ടികൾ, പല കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരാണെങ്കിൽ രാവിലെ 10 മണിയാകുമ്പം അവരവരുടെ ക്ലാസ്സിലേക്ക് പോകുന്നതാണ്. ഞാനൊക്കെ അന്തം വിട്ടു, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോൾ അവർ വീണ്ടും ആവർത്തിക്കുകയാണ്, എനിക്ക് ആവില്ല, എനിക്ക് രണ്ടാളും കൂടെ ആവില്ല, രണ്ടാളും കൊണ്ട് എനിക്ക് പണിക്ക് പോകാനും പറ്റില്ല, ഇവനെങ്ങൾ എന്തായാലും ഇവിടെ നിർത്തണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, അവിടുത്തെ നിങ്ങളൊന്നും വേണ്ട, അവന് 3 നേരം തിന്നാനുള്ള എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ ഇവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനിങ്ങനെ കണ്ണ് മിഴിച്ചിങ്ങനെ ഇരിക്കുക, ഒന്നും പറയുന്നില്ല, ഒന്നുമില്ല. ഞാൻ അവിടുത്തെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു, ക്യാൻറ്റീൻ മാനേജറെ വിളിച്ചു. അവനോട് പറഞ്ഞു ഇവനോട് കൂട്ടിക്കോ. അപ്പോൾ അവനവിടെ നിർത്തി. അവനവിടെ നിന്ന് വരുമ്പോൾ സത്യം പറയാം, അവന് കുറച്ച് എന്ന് പറഞ്ഞാൽ അറിയില്ല, കുറേ എന്ന് പറഞ്ഞാൽ അറിയില്ല.
അപ്പം അവനോട് ഒരു പ്ലേറ്റും കൊണ്ടാന്ന് പറഞ്ഞാൽ കുറേ പ്ലേറ്റുമായിട്ട് വരും. ഒന്ന് എന്ന് പറഞ്ഞാൽ അറിയില്ല, രണ്ട് എന്ന് പറഞ്ഞാൽ അറിയില്ല, അകം അറിയില്ല, പുറം അറിയില്ല, ഇന്ന് എന്ന് പറഞ്ഞാൽ അറിയില്ല, നാളെ എന്ന്. അപ്പം നമ്മൾ വിചാരിക്കും ഇന്ന് നാളെ എന്ന് പറയുന്നത് എന്ത്, അതെന്ത് അറിയും? ഏറ്റവും പ്രാഥമിക, ഏറ്റവും പ്രധാനപ്പെട്ടൊരു അറിവാണ് ഇതൊക്കെ. കുറച്ച്, കുറേ, ഇന്ന്, നാളെ, അകം, പുറം, ഇങ്ങനത്തെ ഒന്നും അറിയില്ല. ഒരു കാര്യം അറിയില്ല. പക്ഷെ എന്തെന്ന് വെച്ചാൽ ഇവനവിടെ ക്യാൻറ്റീനിൽ നിർത്തി, താമസിക്കാൻ സൗകര്യം റൂം കൊടുത്തു, ക്യാൻറ്റീനിൽ നിർത്തി. ക്യാൻറ്റീനിൽ അത്യാവശ്യം അവിടെയുള്ള ആളുകളെ സഹായിക്കാൻ തുടങ്ങുന്നു. മനുഷ്യന്മാരോട് സംസാരിക്കാൻ അറിയാതിരുന്ന ആ കുട്ടി ഒരു 2-3 മാസമാകുമ്പോഴേക്ക് നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഇംഗ്ലീഷ് വരെ സംസാരിക്കാൻ തുടങ്ങി. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാഫായി അവൻ മാറി. അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവന് വൈകുന്നേരം കുട്ടികൾ, അവിടുത്തെ ഹോസ്റ്റലിലെ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വന്ന പിന്നെ ഇവനെ കളിക്കാൻ കൂട്ടും, ഇവനെ പല നിലയ്ക്ക് ടീസ് ചെയ്യും, ഇവനെ അങ്ങനെ ഉണ്ടല്ലോ കളിപ്പിക്കും, അവനെ കൊണ്ട് അത് അങ്ങനെ ഈ നിരന്തരമായിട്ടുള്ള എൻഗേജ്മെൻറ്റിലൂടെ എനിക്ക് അത്ഭുതം. ഒരു 3 മാസമായിട്ടില്ല, 3 മാസം ആയിട്ടില്ല, അതിനു മുമ്പ് ഇവൻ ഒരു ദിവസം എൻ്റെ റൂമിലേക്ക് കയറി വരികയാണ്. എക്സ്ക്യൂസ് മീ എന്ന് ചോദിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. മലയാളത്തിൽ വർത്തമാനം പറയാൻ അറിഞ്ഞുകൂടാണ്ടായിരുന്ന, മിണ്ടാൻ അറിഞ്ഞുകൂടാണ്ടായിരുന്ന ആ ചെക്കൻ ഒരു 3 മാസം കഴിയുമ്പോൾ എൻ്റെ റൂമിൻ്റെ മുന്നിൽ വന്നിട്ട് എന്നോട് എക്സ്ക്യൂസ് മീ എന്ന് ചോദിച്ചു. ഞാൻ അന്തം വിട്ടുപോയി. അപ്പോൾ അവൻ അവിടെ എന്തെങ്കിലും തെറാപ്പി കൊടുത്തിട്ടില്ല, ക്ലാസ് കൊടുത്തിട്ടില്ല, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവൻ ആ കൂട്ടത്തിലങ്ങ് ജീവിച്ചു, പണിയെടുത്തു, ഇവരോട് കളിക്കുകയും തല്ലുകൂടുകയും ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. അവൻ ഇന്ന് ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ചെറുപ്പക്കാരനായി മാറി. കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് ഇതൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ അവൻ്റെ എൻ്റെ നാക്കിൻ്റെ തുമ്പിൽ അവൻ്റെ പേര് വരുന്നുണ്ട്, ഞാൻ അത്രയ്ക്ക് അവനെ പേര് വിളിച്ചിട്ടുണ്ട്, പക്ഷെ ആ പേര് ഞാൻ പറയുന്നില്ല. അവിടെയുള്ള എല്ലാവരുടെയും എക്കാലത്തെ ഏറ്റവും വലിയ കൂട്ടായി അവൻ മാറി. അപ്പം അതെന്തുകൊണ്ടാണ്? ഇവന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അത് വീട്ടിൽ നിന്ന് പുറത്തിറക്കിയില്ല. വീട്ടിൽ നിന്ന് പുറത്തിറക്കിയാൽ നാട്ടുകാരറിഞ്ഞാൽ മോശമല്ലേ, കുടുംബക്കാരെന്ത് വിചാരിക്കും, ബന്ധുക്കൾ എന്ത് വിചാരിക്കും? ഈ 2 കുട്ടികൾ ഇങ്ങനെ ആയപ്പോൾ തന്നെ ഈ സ്ത്രീയുടെ ഭർത്താവ് ഇവരെ ഉപേക്ഷിപ്പോയി. അങ്ങനെ ഈ സ്ത്രീ ഇത് രണ്ടിനെയും വീട്ടിനകത്ത് പൂട്ടിയിട്ട് ഇവരെന്തെങ്കിലും വീടുകളിൽ പാത്രം കഴുകാനൊക്കെ ഉള്ള പണിക്ക് പോയി കുറച്ചെന്തെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഞ്ഞി മേടിച്ചിട്ട് അങ്ങനെ ജീവിച്ചു പോകാം. ആളുകൾ അറിഞ്ഞാൽ മോശമാണ്, ആളുകൾ അറിയാൻ പാടില്ല. എൻ്റെ മോനിക്ക്, എൻ്റെ അനിയന്, എൻ്റെ വീട്ടിലുള്ള ആൾക്ക്, എൻ്റെ മോൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, പക്ഷെ അത് നാട്ടുകാരറിഞ്ഞാൽ എനിക്ക് കുഴപ്പമാണ്, എനിക്ക് മോശമാണ്, എൻ്റെ ബാക്കിയുള്ള കുട്ടികളെ കല്യാണം പ്രശ്നത്തിലാവും. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന മനുഷ്യർ അതിപ്പോഴും ഉണ്ട്. ഇതിൻ്റെ ഒരു വശമാണെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഗതി പറഞ്ഞുതരാം. അത് നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. കംബോഡിയ എന്ന് പറഞ്ഞിട്ട് രാജ്യമുണ്ട്. ആ രാജ്യം മുമ്പ് ഖമർ റിപ്പബ്ലിക് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അവിടെ 1977 ഒരു വിപ്ലവം നടന്നു. പോൾപോട്ട് എന്ന് പറയുന്ന അവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറയുമ്പോൾ അയാൾ ചില്ലറക്കാരനൊന്നുമല്ല, പാരീസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച ആളാണ്. പാരീസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച് വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ്. അയാൾ വിപ്ലവം നടത്തിയതിന് ശേഷം അയാളുടെ പ്രധാന പരിപാടികളിൽ ഒരിനം, പോൾപോട്ട് അറിയപ്പെടുന്നത് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന നേതാവ് എന്നുള്ള നിലക്കാണ്. 2 കൊല്ലം കൊണ്ട് 10-30 ലക്ഷം മനുഷ്യരെയാണ് കൊന്നു കളഞ്ഞത്. അയാളുടെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഖമർ സൊസൈറ്റി, ആ സൊസൈറ്റി ലോകത്തെ ഏറ്റവും ദ ബെസ്റ്റ് സൊസൈറ്റി ആക്കി, ദ ബെസ്റ്റ് സെലക്റ്റഡ് സൊസൈറ്റി ആക്കി, ഒരു ചോസൺ സൊസൈറ്റി ആക്കിയിട്ട് ഖമർ സൊസൈറ്റിയെ മാറ്റുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ലക്ഷ്യം. എല്ലാവരും ഏറ്റവും മനുഷ്യൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം ഏറ്റവും മികച്ച കൃഷി, ഏറ്റവും മികച്ച നെല്ലുകൾ, ഏറ്റവും മികച്ച കാർഷികോൽപ്പന്നങ്ങൾ അവ വളർത്തി ഏറ്റവും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് ഏറ്റവും ശക്തരായിട്ടുള്ള ആളുകളായിട്ട് ഏറ്റവും ദ ബെസ്റ്റ് ചോസൺ സൊസൈറ്റി ആക്കിയിട്ട് ആ സൊസൈറ്റിയെ മാറ്റുക എന്നുള്ളതായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആൾ ചെയ്തൊരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഭിന്നശേഷിക്കാർ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളെ കൊന്നുകളയുക എന്നുള്ളത്.
അപ്പോൾ അയാൾക്ക് അതിൻ്റെ ന്യായമുണ്ട്. ഇവരെന്നുള്ള നിലക്ക് ഭയങ്കരമായിട്ട് ഇടങ്ങാറാകുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് ജീവിതം ബുദ്ധിമുട്ടാണ്. നമുക്കും ബുദ്ധിമുട്ടാണ്. അവരെ കാര്യങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ, എല്ലാവരുടെയും സ്റ്റെപ്പ് വെച്ചാൽ മതി, ഇവിടെ റാമ്പ് വെക്കണം. ഇങ്ങനെയൊക്കെയാണ് അയാൾ ചിന്തിച്ചത്. ഇവർക്ക് വേണ്ടിയിട്ട് സമൂഹം ഇവർക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് കാണും, അവരും ബുദ്ധിമുട്ട് കാണും. അപ്പോൾ എളുപ്പ വഴി എന്താണ്? കൊന്നുകളയാന്നുള്ളതാണ്. അവരും കഴിച്ചില്ലായി, നമ്മളും കഴിച്ചില്ലായി. ഇത് നിങ്ങൾക്ക് വിചിത്രമെന്ന് തോന്നും, പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ പോളിസി ആയിരുന്നു, ആ ഭരണാധികാരിയുടെ പോളിസി ആയിരുന്നു. അയാളത് നടപ്പിലാക്കിയിട്ടുണ്ട്. അയാൾ ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു. അതിൽ ആദ്യം കൊല്ലപ്പെട്ട ഒരു വിഭാഗം ഇവരായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ കാണുന്ന ആളുകൾ, ഇത് രണ്ടും, ഇത് ഭാരമാണെന്ന് കരുതുക, ഇത് കുറവാണെന്ന് കരുതുക, ഇത് ദൈവകോപമാണെന്ന് കരുതുക, ഇങ്ങനെയൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുള്ള ഒരു ലോകത്താണ് നമ്മളുള്ളത്. അവിടെയാണ് ജീവന്റെ തുടിപ്പുള്ള ഓരോ ജീവനെയും അതിനെ ഇങ്ങനെ തൊട്ട് തലോടുക, അതിന് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സ്പർശം നമ്മളെ കൊണ്ടാവും വിധം എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുക. അതിലൂടെ എന്താണ് അതിലൂടെ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ഇന്ന് നമ്മളായി നിലനിൽക്കുന്നത്, ദൈവാനുഗ്രഹം നമ്മൾക്ക് മേൽ വന്ന് മൂടുന്നത് ഇത്തരം മനുഷ്യരുടെ സാന്നിധ്യത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി സുഗതകുമാരി ചേച്ചിയുടെ വളരെ പ്രസിദ്ധമായിട്ടൊരു കവിതയുണ്ട്, കൊല്ലേണ്ടതെങ്ങനെ എന്ന് ചോദിച്ചു. ഭിന്നശേഷിക്കാരിയായ മകൾ വളരുകയാണ്. കുഞ്ഞിനെന്തു വയസ്സ്? ശിവ 37 എന്നമ്മ പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിന് 37 ആയെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 37 കുഞ്ഞിൻ്റെ അമ്മയോടുള്ള അമ്മയുടെ ആത്മകഥയാണ് സുഗതകുമാരി ടീച്ചർ എഴുതിയിരിക്കുന്നത്. ആരൂട്ടും ആരു കഴുകിച്ചു തുടച്ചുറക്കും, ആരു കഴുകിച്ച് തുടച്ചുറക്കും, ആരീ മുടിച്ചുരുളുകൾ ചീകി ഒതുക്കി വയ്ക്കും, ആരീ അഴുക്കുകൾ എടുത്തിടും എന്നുമെൻ്റെ ആരോമലിനായി, എന്നുമെൻ്റെ ആരോമലിനിരുളിൽ ആരു കരം പിടിക്കും, കാര്യം വിന നിലവിളിച്ചു പിടഞ്ഞിടുമ്പോൾ ആരെൻ്റെ കുഞ്ഞിനെ മുറുക്കെ അണച്ചുകൊള്ളും, ആരുണ്ടലിഞ്ഞു മിഴുനീരോട് കാത്തുകൊള്ളാൻ, ആരുണ്ട് ദൈവവും ഒരമ്മയും ഇന്നീ മണ്ണിൽ. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ നമുക്കറിയാം, അമ്മമാർ ഇത്തരം കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ആധിയാണ് ശിവ, എൻ്റെ കുഞ്ഞിന് 37 വയസ്സായി, ഞാൻ വാർദ്ധക്യത്തിലേക്ക് കടന്നു. എൻ്റെ കുഞ്ഞിൻ്റെ മുടിനീരുകളിൽ മുടി ഒതുക്കി കെട്ടിക്കൊടുക്കുവാൻ, അവളുടെ അഴുക്കുകൾ തുടച്ചു കൊടുക്കുവാൻ, ഇരുളിൽ അവൾക്ക് കരം പിടിക്കുവാൻ ഇനി ആരുണ്ടിവിടെ എന്ന ആ ആധിയിൽ നിൽക്കുന്ന അമ്മയുടെ ആത്മകഥയാണ് സുഗതകുമാരി ടീച്ചർ വരച്ചിരിക്കുന്നത്. നോക്കൂ, ഇന്ന് ഇവിടെ ആരുണ്ടിവിടെ എന്ന ചോദ്യത്തിന് ഞങ്ങളെല്ലാം ഉണ്ട്, നമ്മളെല്ലാം ഉണ്ട് എന്ന മറുപടി, ആ മറുപടി അതിൻ്റെ മാസ്മരികമായ സൗന്ദര്യത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് യെസ് അക്കാദമി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ, നമ്മൾ വിചാരിക്കും കുറച്ചാളുകൾ, ഇപ്പം പറഞ്ഞതുപോലെ ഒരു ഈ പാനൂർ മുനിസിപ്പാലിറ്റി പ്രദേശത്തുള്ള കുറച്ചാളുകൾ, ഇത് അവരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഇങ്ങനൊരു
ഈ കരുതൽ സ്പർശമുണ്ടല്ലോ, അതിനുവേണ്ടി ഞാനിപ്പോൾ രാവിലെ കേക്കായിട്ട് സംസാരിച്ചു. വലിയ തുകയാണ് അവർക്ക് ഓരോ മാസവും ചിലവാകുന്നത്. വലിയ തുകയാണ് മാസാമാസം ചിലവാകുന്നത്. നമ്മൾ ഈ നേരത്തെ പോൾപോട്ട് ആലോചിച്ചതുപോലെ ഭൗതികമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ അതിൻ്റെ റിട്ടേൺ എന്താണ്? എല്ലാ കാര്യങ്ങളും ഉണ്ട്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് ആലോചിക്കുക. അതിൻ്റെ റിട്ടേൺ എന്താണെന്ന് ചോദിച്ചാൽ ഒരു റിട്ടേണും ഇല്ല. പക്ഷെ അതിൻ്റെ ആത്മീയമായിട്ടുള്ള അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് അത് സൃഷ്ടിക്കുന്ന അനുരണനം എന്താണ്? നമ്മൾ മനുഷ്യരായി ജീവിക്കാനുള്ള ഒരു ബലം, കരുത്ത്, ആ ആത്മീയമായുള്ള ഊർജം. ഇത്തരം പ്രസ്ഥാനങ്ങൾ, ഇത്തരം സംരംഭങ്ങൾ നൽകുന്ന ഊർജം ചില്ലറയല്ല. ഒരു കുഞ്ഞു തളർന്നുപോയ ഒരു കുഞ്ഞു പെങ്ങക്ക് വേണ്ടി, കുഞ്ഞനിയന് വേണ്ടി ഒരു സ്ഥാപനം പ്രവർത്തിക്കുകയാണ്. അവിടെ സ്റ്റാഫുകളെ നിശ്ചയിക്കുകയാണ്, അവൻ്റെ കൈ പിടിച്ചു കൊടുക്കുകയാണ്, അവനെ തീറ്റിക്കുകയാണ്, അവനെ വൃത്തിയാക്കുകയാണ്, അവനെ പാട്ട് പഠിപ്പിക്കുകയാണ്. അത് നിസ്സാരമായ കാര്യമല്ല. നമ്മൾ ഡോക്ടർ ബായിയുടെ ഇസ്ലാമിക നാഗരികതയെക്കുറിച്ചിട്ടുള്ളൊരു പുസ്തകമുണ്ട്, ഇസ്ലാമിക നാഗരികത ശോഭന ചിത്രം. ഷെയ്ഖ് സാഹിബാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതിലുണ്ട് ഈ വഖഫ്, ഇസ്ലാമികിൻ്റെ സുവർണകാലത്ത് വഖഫ് സ്വത്തുക്കൾ പല കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചതിനെ കുറിച്ച്. അതിൽ സ്പെയിനിൽ ആശുപത്രികളോടനുബന്ധിച്ച് ആശുപത്രികളിൽ രോഗികളായി വരുന്ന ആളുകൾക്ക്, അവിടെ ഒറ്റക്കായി പോകുന്ന രോഗികൾ, അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് കഥ പറഞ്ഞു കൊടുക്കാനും പാട്ട് പാടി കൊടുക്കാനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വഖഫ് ആയിട്ട് നിലനിർത്തിയതിനെക്കുറിച്ച് വായിക്കാൻ പറ്റും. വഖഫ് സ്ഥാപനങ്ങളാണ്. അവരുടെ ഉത്തരവാദിത്വം എന്താണ്? ഈ രോഗികളായിട്ട് കൂടെ ഇരിക്കാനൊന്നും ആളില്ലാതെയുള്ള രോഗികൾ, അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുക, പാട്ട് പാടി കൊടുക്കുക, അവരുമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുക. അതിനായിട്ട് ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ശമ്പളം കൊടുക്കുകയാണ്. ആ ശമ്പളം കൊടുക്കാനായിട്ട് വഖഫ് സ്ഥാപനങ്ങൾ. അങ്ങനെയുള്ള വഖഫുകളെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഒരു സമൂഹത്തിലെ ഏറ്റവും ദുർബലർ എന്ന് പറയുന്നതിൽ പ്രശ്നമുണ്ട്. കാരണം ഷെയ്ഖ് സാഹിബിൻ്റെ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും, ഇവർ ദുർബലരല്ല, ഏറ്റവും ശക്തരാണ്. ഒരു മനുഷ്യനും അൺടച്ച്ഡ് ആയിട്ട്, നമ്മളുടെ സ്പർശമേൽക്കാതെ, നമ്മുടെ കരുതലേൽക്കാതെ ഒരു മനുഷ്യനും വിട്ടുപോകരുത് എന്ന നീയത്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ നീയത്ത് വലിയ പ്രസ്ഥാനമായിട്ട്, വലിയ ആവിഷ്കാരമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എസ് അക്കാഡമി, വയനാട്ടിലെ പീസ് വില്ലേജ്, ഡോക്ടർ ഇദ്രീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡസൻ കണക്കിന് സ്ഥാപനങ്ങൾ. ഞാനിങ്ങനെ ആലോചിച്ചു, കംബോഡിയയിൽ പോൾപോട്ട് ചെയ്ത കാര്യങ്ങൾ ഒരു ഭാഗത്ത് വെക്കുക, ഡോക്ടർ ഇദ്രീസും ഹാജിക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറുഭാഗത്ത് വെക്കുക. മനുഷ്യർ എങ്ങനെയാണ് പെരുമാറുന്നത്, മനുഷ്യരെ കണ്ടുകൊണ്ടിരിക്കുന്നത് അസാധാരണമായിട്ടുള്ള കാര്യമാണ്. അപ്പം അത്തരം സംരംഭങ്ങളുടെ കൂടെ നിൽക്കുക. നമ്മളെ കൊണ്ടാവുന്നത് എന്താണ്? ഒരു നുള്ളു കാര്യമാണെങ്കിൽ, മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു നുള്ളു കാര്യം, ഒരു കുഞ്ഞു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആ കുഞ്ഞു കാര്യം, അതിന് വലിയ പ്രതിഫലനം ഉണ്ടാവും. ഈ മഹത്തായ സംഗമത്തെ, ഈ മഹത്തായ പ്രസ്ഥാനത്തെ, ഈ സ്ഥാപനത്തെ പടച്ചവൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹനീയമായ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.